വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പാവറട്ടി പഞ്ചായത്തിലെ 8ാം വാർഡിലുള്ള റോഡുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മനപ്പടി ഭാഗത്ത് നിന്ന് തിരുനെല്ലൂരിലേക്ക് എളുപ്പത്തിൽ വരാവുന്ന ഒരു റോഡെന്ന നിലയിൽ പാടൂര് ഇടിയഞ്ചിറ ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ റോഡിലൂടെയാണ് കൂടുതലും പാവറട്ടിയിൽ നിന്ന് വരുമ്പോൾ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഇടതുഭാഗം 8ാം വാർഡും വലതുഭാഗം 7ാം വാർഡുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. സൈഡിലെല്ലാം ഇതിൻ്റെ വാട്ടർ ലൈനിൻ്റെ പൈപ്പ് എടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളും ഒക്കെ നമുക്കിതിൽ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ വലിയ ഗർത്തങ്ങളാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് പാവട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ ഈ ഭാഗത്തേക്ക് പാടൂര് ഇടിയഞ്ചിറ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി എന്ന രീതിയിൽ ഒരുപാട് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിവസവും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് പെട്ടെന്ന് തന്നെ കേടാവാനുള്ള കാരണം വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ വലിയ ഗർത്തങ്ങളാണ്. ഇത്തരത്തിൽ നമ്മൾ ഈ മുന്നിൽ വാഹനങ്ങൾ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റും. അത് ഈ കാറുകൾ പോകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ വാഹനങ്ങളായിട്ടുള്ള ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ബൈക്ക് യാത്രികളൊക്കെ അവരൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാനയാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പാവറട്ടിയിലുണ്ടായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായിട്ട് നമ്മളവിടെ വിദഗ്ധർ പറഞ്ഞത് നല്ല വീതിയും താഴ്ചയുമുള്ള കാനകളാണ്. അപ്പോൾ ഇവിടുത്തെ കാനകൾ നമുക്ക് 6-8 അടി വീതിയും താഴ്ചയുമുള്ള വളരെ വലിയ പാവറട്ടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ കാനകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രദേശവാസികളായ ചിലർക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. കാരണം ഇത്രയും വലിയ കാനകൾ അതിൽ കുട്ടികളോ മറ്റുള്ളവരോ വീണിട്ട് അപകടമുണ്ടാകുമെന്നാണ് അവരുടെ അഭിപ്രായം. അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇത്തരം കാനകളിലൂടെ മാത്രമേ നമ്മുടെ ഭാവിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാത്ത രീതിയിൽ അത് വെള്ളം പുഴയിലേക്കോ മറ്റേ കായലിലേക്കോ ഒഴുകി പോകണമെങ്കിൽ അത് ചെറിയ കാനകളിലൂടെ ഒരിക്കലും അത് സാധിക്കില്ല. അപ്പോൾ ആ കാന നിറയുമ്പോൾ ആണ് മുകളിലൂടെ റോഡിൻ്റെ മുകളിലൂടെയും ഒക്കെ വെള്ളം ഒഴുകിയിട്ട് ജനങ്ങൾക്ക് അതുപോലെ തന്നെ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കനമുള്ള സ്ലാബുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു അപകടം മാറുമെന്നും മാത്രമല്ല ഈ കാന മുഴുവനായിട്ട് എവിടെ എത്തും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ള പകുതിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ കാനയുടെ വീതിയും ആഴവും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ആകർഷിക്കുന്നതാണ്. കാരണം ഈ കാന പാവറട്ടി സെൻട്രലായിരുന്നു ഒരുപക്ഷെ നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ആ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള മറ്റുള്ള ദുരിതങ്ങളോ വെള്ളം പൊന്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇങ്ങോട്ട് 8ാം വാർഡിൻ്റെ ഈ ഭാഗങ്ങളിൽ 7ഉം 8ഉമായിട്ടാണ് ഈ റോഡ് കിടക്കുന്നതെന്നാണ് പരിസരവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കാനകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റോഡുകളിൽ പറയുന്ന പോലെ തന്നെ വളരെയധികം വാഹനങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് റോഡ് അറ്റകുറ്റപ്പണിയൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പൈപ്പ് ലൈനിൻ്റെ ഇത് സ്ഥാപിച്ചതിന് ശേഷം കാര്യമായ അറ്റകുറ്റപ്പണി നടക്കാത്തത് കൊണ്ട് റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. പക്ഷേ ഈ കാനകളാണ് ഈ റോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്കിതിൽ പറയാനുള്ളത്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വീതിയും അതുപോലെ തന്നെ അതിൻ്റെ ആഴവും ഒക്കെ നമുക്കിതിൽ വ്യക്തമായിട്ട് ചിത്രത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഈ 8ാം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തിരുനെല്ലൂർ പൈങ്കണ്ണിയൂർ ഭാഗങ്ങളിലായിട്ടാണ് അതിൻ്റെ കൂടുതൽ ഭാഗവും വ്യാപിച്ച് കിടക്കുന്നത്. 6, 7 എന്നീ വാർഡുകളോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ്. കൂടാതെ ഈ പ്രദേശവാസികളിൽ പലർക്കും വളരെ ആശങ്കയോടെയാണ് അവർ പല വീടുകാരും കഴിയുന്നത്. കാരണം നമുക്കറിയാം അടുത്ത കാലത്ത് റിസർവ് ഫോറസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില നോട്ടിഫിക്കേഷൻ്റെ പേരിൽ നിരവധി പ്രതിഷേധങ്ങളും മറ്റ് പ്രത്യാരോപണങ്ങളെല്ലാം നമ്മളിതിൽ കണ്ടു. അപ്പോൾ അതിൽ ഈ അവിടെ താമസിക്കുന്ന ആളുകൾ പലരും വളരെ ആകുലരാണ് വിഷയത്തിൽ. ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു സമയത്ത് അവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പറിച്ചു മാറ്റപ്പെടുണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് ഇവരുടെ ഈ പ്രയാസങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് അനുകൂലമായിട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ മെയിനായിട്ടുള്ള ആവശ്യം. കാരണം നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് വളരെ വ്യാകുലരായിട്ടാണ്. അടുത്ത നോട്ടിഫിക്കേഷനിൽ എന്താവും എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ റിസർവ് ഫോറസ്റ്റ് മറ്റുള്ള നിയമങ്ങളൊക്കെ അത് വന്യജീവിയോടും മറ്റുള്ള കാര്യങ്ങളോടും കാണിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം പരിഗണനയെങ്കിലും ഇവിടെ താമസിക്കുന്ന
മനുഷ്യരോട് കാണിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാക്കണം. കാരണം അത് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ പുഴയോരമാണ്. ഇവിടെ മത്സ്യബന്ധനം നടത്തിയും മറ്റും ജീവിതമാർഗം കണ്ടെത്തുന്ന പാവപ്പെട്ട ആളുകളാണ് കൂടുതലും ഈ ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ പ്രദേശം കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ കുറച്ച് ശോചനീയമാണ്. കാരണം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്, പല ഭാഗങ്ങളിലും ഈ പൈപ്പിൻ്റെ ലൈൻ കുഴിച്ചിട്ട് പൊട്ടിയിട്ടും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നേരായ രീതിയിൽ നടത്താത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അറ്റകുറ്റപ്പണി നടത്താത്തതിനുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ ഫണ്ട് എല്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ചില മെമ്പർമാരൊക്കെ പലരോടും പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ കേന്ദ്ര ഇതിൻ്റെ ഇലക്ഷൻ വന്നപ്പോൾ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ഇലക്ഷൻ്റെ നിയമങ്ങൾ ഉള്ളതുകൊണ്ട്, പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടാണ് ഈ പണികൾ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം. അതുപോലെ തന്നെ അതിനുടനെ അടുത്ത് തന്നെ മഴക്കാലം തുടങ്ങിയപ്പോൾ പിന്നെ അത് കൂടുതൽ ദുരിതമായി. മഴക്കാലത്ത് ഇത്തരം ടാറിങ് വർക്കുകൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കിടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ആ ഗ്രൗണ്ടിൻ്റെ അടുത്തുകൂടെ, തിരുനെല്ലൂർ ഭാഗത്തുള്ള ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ നമ്മൾ പോകുന്ന ഒരു റോഡാണ്. ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം വളരെ ശോചിച്ചിട്ടാണ്. കാരണം വെള്ളക്കെട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും തകർന്ന് വലിയ കുഴികളായിട്ടാണ് ഈ ഭാഗങ്ങളിലുള്ള റോഡുകളെല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികളുടെ ആളുകൾ ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ പേരിൽ മാനസികമായും ഒരു പ്രയാസം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള റോഡുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഭീഷണിയാണ്. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്നതും അതുപോലെ സൈക്കിളിലും മറ്റും ഈ റോഡിലൂടെയാണ് അവർ സഞ്ചരിച്ച് പോകേണ്ടത്. അപ്പോൾ ബൈക്കുകളായാലും അത് വളരെ റിസ്ക്കാണ് ഇതിലൂടെ പോകാനായിട്ട്. ഓട്ടോറിക്ഷക്കാരൊന്നും അധികം ഈ വഴിയിൽ സഞ്ചരിക്കാനായിട്ട് വരാറില്ല എന്നാണ് പ്രദേശവാസികൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വാനുകളൊന്നും മതിയായ വീതി ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ വാനുകളോ ബസ്സുകളൊന്നും ഈ വഴിയിൽ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് കാര്യമായിട്ട് വരാറില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാനായിട്ട്, രണ്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള വീതി ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല തകർന്ന് കിടക്കുന്നതുകൊണ്ടും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുള്ളത് കൊണ്ടും വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള റോഡുകളുടെ നവീകരണം എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളതാണ് ഈ ഭാഗത്തുള്ള പ്രദേശവാസികളുടെ എല്ലാവരുടെയും അഭിപ്രായം. കൂടാതെ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അടിയന്തരമായിട്ട് ഇവരുടെ ഈ പ്രശ്നം, ഇവരുടെ ആകുലത മാറ്റുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ പിൻവലിക്കണമെങ്കിൽ പിൻവലിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്കാണ്, ഇവിടുത്തെ നാട്ടുകാർക്കാണ് നമുക്ക് ഇതിൽ പ്രയോജനം കിട്ടേണ്ടത്. വനം ഒരുപാട് നമുക്ക് ഇഷ്ടം പോലെ വനങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കേരളത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ജീവന് സ്വത്തിനുമാണ് നമുക്ക് പ്രാധാന്യം. എന്ത് നിയമം ഉണ്ടാക്കുമ്പോഴും മനുഷ്യന്മാരാണ് നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും ആനുകൂല്യം കിട്ടണം. കാരണം അത് പട്ടിക്കും അതുപോലെ തന്നെ മറ്റുള്ള പശുവിനോ മറ്റ് ജീവികൾക്കോ മറ്റ് മൃഗങ്ങൾക്കോ ഈ ചെറിയ ജീവികൾക്കടക്കം നമുക്കറിയാൻ കഴിയും അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള നിയമങ്ങളെല്ലാം നമ്മളെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ നമുക്കിവിടെ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ മനുഷ്യന്മാരാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ വിരോധാഭാസം. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരപ്പെട്ട ആ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾ, അതായത് മനുഷ്യന്മാർ അവരെ സംരക്ഷിക്കേണ്ട രീതിയിലായിരിക്കണം കൂടുതൽ നിയമങ്ങൾ ഇതാക്കേണ്ടത്. അപ്പോൾ ജനങ്ങളുടെ ദുരിതത്തിനും ആകുലതയ്ക്കും ഒരു പരിധിവരെ പരിഹാരമാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്പലത്തിലേക്കുള്ള ആ ഭാഗങ്ങളിലേക്കുള്ള റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ പൈപ്പ് ലൈനിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടുള്ള ഭാഗത്ത് മെറ്റലിട്ടിട്ട് ചെറിയ രീതിയിൽ അത് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മെറ്റലിടുക എന്നുള്ളത് താൽക്കാലിക ഒരു ശമനം മാത്രമാണ്. അപ്പോൾ ആ മെറ്റലിൽ ഇപ്പോൾ ബൈക്കുകളോ മറ്റോ ആ മെറ്റലിൻ്റെ ഭാഗങ്ങളിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് സ്കിഡായിട്ട്, അതായത് അത് നിരങ്ങിയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്ഥിരമാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിരവധി ഈ റോഡുകളിൽ ഉണ്ടായതായിട്ട് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ റോഡുകളുടെ ഏത് സ്ഥലങ്ങളിലായാലും ഗ്രാമീണ പ്രദേശങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ റോഡുകളാണ്. അപ്പോൾ മറ്റ് പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാവറട്ടി പഞ്ചായത്തിലെ ഈ വാർഡുകളിൽ റോഡുകൾ അത് വളരെ ശോചനീയമായ രീതിയിലാണ് നമുക്ക് പല വാർഡുകളിലും കാണാൻ കഴിഞ്ഞത്. അതിന് ഫണ്ടിൻ്റെ അപാകതയാണോ അതോ കാലാവസ്ഥയുടെ ഭീഷണിയാണോ അതല്ലെങ്കിൽ ഇലക്ഷൻ്റെ വിഷയമാണോ എന്നതൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക, അവരത് മനസ്സിലാക്കുന്നതിനേക്കാൾ അവർക്ക് ആ സൗകര്യങ്ങളാണ് അവർക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഉള്ള റോഡുകളുടെ എൻട്രൻസിൽ ലോറികളും മറ്റു വലിയ വാഹനങ്ങളും വന്നിട്ടുള്ള പ്രയാസങ്ങളാണ്. അപ്പോൾ ഈ കുഴികളിൽ, ആ ഭാഗങ്ങളിലുള്ള കുഴികളിൽ
ഈ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടുള്ള കുഴികളിൽ വലിയ വാഹനങ്ങളുടെ ടയറുകൾ താഴുമ്പോൾ അവിടെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാവുകയും അവിടുത്തെ ഈ ചെളിയൊക്കെ ആയിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രയാസങ്ങളാണ് റോഡുകൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് അത് വളരെ വലിയ ദുരിതമാണ്. അപ്പോൾ അവർക്ക് കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായാലും മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാനായിട്ടായാലും വളരെ പ്രയാസമാണ്. നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ഭാഗങ്ങളിലും കണ്ടൽ ചെടികളെല്ലാം നമുക്കിവിടെ വളർന്നു നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൽ വനങ്ങളെല്ലാം നമ്മുടെ മത്സ്യസമ്പത്തിനെല്ലാം അത്യാവശ്യമാണ്. അതേസമയം തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളിൽ അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരെയും ഇരുഭാഗങ്ങളെയും, അപ്പോൾ മനുഷ്യരെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഏത് ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും ഏത് സർക്കാർ ആയിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ നിയമങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് ഉണർത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന റോഡുകൾ, അപ്പോൾ ഈ റോഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2-3 ബസ്സുകൾ ഈ റൂട്ടിലൂടെ സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന ഒരു തിരുനെല്ലൂർ ഭാഗത്തൊക്കെ ബസ് റൂട്ടുള്ള ഒരു റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിരവധി ഒരുവിധപ്പെട്ട ബസ് മുതലാളിമാരും തന്നെ ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ അവരുടെ വാഹനങ്ങൾ അയക്കാനായിട്ട് താല്പര്യപ്പെടില്ല. കാരണം അതിൻ്റെ മെയിൻ്റനൻസിന് പോലും ഇത്തരത്തിൽ ഈ റോഡിലൂടെ ഓടുന്നതിനെ സംബന്ധിച്ചുള്ള മെയിൻ്റനൻസിന് പോലും അതിൽ നിന്നുള്ള വരുമാനം മതിയാകില്ല എന്നതുകൊണ്ട് പലരും ഇതിൽ നിന്ന് പിന്നോട്ടാണ്. എന്നിരുന്നാലും 2-3 ബസ്സുകൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ബസ് റൂട്ടുള്ള വാഹനങ്ങളിലെങ്കിലും അടിയന്തിരമായിട്ട് ഈ മെയിൻ്റനൻസ് നടത്തണം. ഇത് 8-ാം വാർഡും അതുപോലെ തന്നെ 7-ാം വാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, മുന്നിലോട്ട് പോകുമ്പോൾ 6-ാം വാർഡ്, അങ്ങനെ 2-3 വാർഡുകളുടെ ഏകീകരണത്തിലുള്ള റോഡുകളായതുകൊണ്ട് അത് ഒരാൾ മാത്രമായിട്ട് ഏറ്റെടുത്ത് ചെയ്യില്ല. അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് പാവട്ടി പഞ്ചായത്തിലെ ഇപ്പോൾ വാർഡുകളിലെ റോഡുകൾ കാണിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പശികളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം പാവറട്ടിയിലെ റോഡുകളാണ് എന്നതാണ് മെമ്പർമാരായാലും അവിടെ നാട്ടുകാരായാലും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാവറട്ടി പഞ്ചായത്തിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ കാണിക്കുന്നത് അത് ഉന്നത അധികാരികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാവറട്ടിക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുള്ള ഇളവള്ളി പഞ്ചായത്തിനോ മുല്ലശ്ശേരി പഞ്ചായത്തിനോ കൊടുത്ത പോലെയുള്ള ആനുകൂല്യങ്ങൾ പാവറട്ടിക്കാർക്കും അതിനും അവർ അർഹരാണ്. കാരണം ഭരണഘടന നൽകുന്ന തുല്യ അവകാശം, തുല്യനീതിക്ക് പാവറട്ടിയിലെ ഓരോ പൗരനും അതിന് അർഹരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ റോഡുകൾ കാണിക്കുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ആവശ്യം നമ്മൾ പറയുന്നത് പാവറട്ടിയിലെ ജനങ്ങളുടെ ദുരിതം അത് പൊതുജനങ്ങളുടെയും അതുപോലെ ഉന്നതാധികാരികളുടെയും അടുത്തെത്തുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ്. അത് രാഷ്ട്രീയമായോ മറ്റു രീതിയിലോ കാണുമ്പോൾ മാത്രമാണ്, നിങ്ങളുടെ കാഴ്ചയിലോ മറ്റുള്ള വിഷയങ്ങൾ മാത്രമാണ് അതിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറയുന്നത് ക്ലിയറാണ്. പാവട്ടിയുടെ ആളുകളുടെ ജീവിത നിലവാരവും അവരുടെ യാത്രാ സൗകര്യവും വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇവിടുത്തെ ഓരോ വാർഡുകളിലെയും റോഡുകൾ നിങ്ങൾക്ക് കാണിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില മെമ്പർമാർക്കെല്ലാം അത് ഉന്നതാധികാരങ്ങളിൽ എത്തിക്കാനായിട്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് അതും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമുണ്ടാവില്ല. കാരണം ഒരുവിധപ്പെട്ട റോഡുകളിലെല്ലാം നമ്മൾ ഇത്തരത്തിൽ വീഡിയോയിൽ ഓരോ വാർഡുകളും നടന്നിട്ട് നമ്മളത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശോചനീയാവസ്ഥ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ നിങ്ങൾക്കത് ഉയർത്തിക്കാട്ടി ഉന്നത അധികാരികളുടെ അടുത്ത് നിന്നും MLA-യുടെ ഭാഗത്തു നിന്നോ MP-യുടെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയിട്ട് പാവട്ടിയെ ഇളവള്ളി പഞ്ചായത്തിനെ പോലെയോ അതല്ലെങ്കിൽ മുല്ലശ്ശേരി പഞ്ചായത്തിനെ പോലെയോ നല്ല രീതിയിലുള്ള ഒരു 1-ാം നമ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ വേണ്ടി നമുക്ക് രാഷ്ട്രീയ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് ഈ കാണുന്ന റോഡുകൾക്കൊക്കെ ഒരു മാറ്റം വന്ന് പാവറട്ടിയുടെ മുഖച്ഛായ മാറുന്ന രീതിയിലുള്ള നല്ല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാ പാർട്ടിയിൽപ്പെട്ട മെമ്പർമാരോടും തോളോട് തോൾ ചേർന്ന് നമ്മൾ പാവറട്ടിക്കാർക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെല്ലാം അവരോടൊപ്പം നിന്നിട്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അതുവഴി മാത്രമേ കൂട്ടായൊരു പ്രവർത്തനം കൊണ്ട് മാത്രമേ നമ്മുടെ നാടിനെ മറ്റ് മലപ്പുറം ജില്ലയിലോ മറ്റുള്ളതുപോലെയുള്ള നല്ല രീതിയിലുള്ള റോഡുകളുമുള്ള ഒരു നാടായിട്ട് നമ്മുടെ പാവറട്ടി പഞ്ചായത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.